ഈ ബിഗ് ബോസ് എന്ന ഗെയിം ഷോ ശരിക്കും എന്താണ്? ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ്, സർവൈവൽ റിയാലിറ്റി ഗെയിം ഷോ ആണ്. തനിക്ക് നേരെ വരുന്ന ഓരോ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സ്വന്തം നിലയുറപ്പിച്ച് നിൽക്കണം. പക്ഷെ അതേസമയം തന്നെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയായിട്ട് നിന്ന് പ്രേക്ഷകരുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത് ഒപ്പം മത്സരിക്കുന്ന ആളുകൾക്കെതിരെ ഗെയിം കളിക്കണം. അത് വാക്കുകൾ കൊണ്ട് മാത്രമേ കളിക്കാൻ പറ്റൂ. ഇതാണ് ബിഗ് ബോസ് എന്ന ഗെയിമിന്റെ ഒരു കോൺസെപ്റ്റ്. ഇതിനകത്ത് സഹമത്സരാർത്ഥികൾക്കെതിരെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വ്യക്തിഹത്യ ചെയ്ത് അപകീർത്തിപ്പെടുത്തി അവർക്ക് പുറത്തൊരു ജീവിതം ഇല്ലാത്ത രീതിയിലാക്കി ജനങ്ങളുടെ മുമ്പിൽ ഡീഫെയിം ചെയ്യാൻ ഇട്ടുകൊടുക്കുക എന്നല്ല. ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഷോ ആണ്. പക്ഷെ വായിൽ തോന്നുന്ന എന്ത് തോന്നിവാസവും വൃത്തികേടും ഒരാളെ വിളിച്ച് പറഞ്ഞ് അവരെ ഡീഫെയിം ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കണം എന്നൊന്നും ഇല്ല ഈ ഷോയില്. മാന്യമായ രീതിയിൽ സ്മാർട്ട് പ്ലേ കളിച്ചും എതിരാളികളുടെ മോശം വശങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അനീഷൊക്കെ കളിച്ച പോലെ അതിന് അവരുടെ ജീവിതം വെച്ച് ഗെയിം കളിക്കണം എന്നൊന്നുമില്ല. അനീഷ് ഒരിക്കൽ പോലും ആരുടെയും ലൈഫ് തൊട്ട് കളിച്ചിട്ടില്ല. ഞാൻ ആരെ പറ്റിയാണ് ഇത് ഇത്രയും ഒരു ആമുഖം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അനുമോളെ പറ്റിയാണ്. ഈ സീസണിൽ ഏറ്റവും അധികം ഇങ്ങനെയുള്ള ഗെയിംസ് കളിച്ചിട്ടുള്ളത് അനുമോളാണ്. ഷാനവാസും ഉണ്ട്, പക്ഷെ അനുമോൾക്ക് ഒരു പടി താഴെയാണ് ഷാനവാസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ജീവിതങ്ങൾ വെച്ചിട്ട് അനുമോള് കളിച്ച പോലെ ഗെയിം വേറെ ആരും കളിച്ചിട്ടില്ല. എന്തൊക്കെ അപവാദങ്ങളാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വീക്ക് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും മാന്യമായ രീതിയിൽ അനുമോള് ഗെയിം കളിച്ചിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ആദ്യം ഒരിക്കലും അപ്പാനിയുടെ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞതല്ലാതെ ഒരു തവണയെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? അനുമോള് കൊടുത്തിട്ടുള്ള കോണ്ടന്റുകൾ എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് അനുമോൾ അപകീർത്തിപ്പെടുത്തുന്നത്, എല്ലാം നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം അനുമോൾ അവിടെ ഡീഫെയിം ചെയ്ത കണ്ടസ്റ്റന്റ്, അതായത് വിക്ടിം നമ്പർ 1 ജിസേൽ ടക്രാലായിരുന്നു. ജിസേൽ ഒരു തവണ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള സ്ട്രോങ് മത്സരാർത്ഥിയാണെന്ന് മനസ്സിലാക്കി നിരന്തരം ജിസേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നു അനുമോള്. പുറകെ നടന്ന മേക്കപ്പ് അത് ഇതെന്ന് പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള ടാർഗറ്റഡ് ഗെയിമാണ് നമ്മൾ കണ്ടത്. അപ്പോ ജിസേലിനെയാണ് അനുമോൾ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പിന്നാലെ നടക്കുന്ന മൊണ്ണകളാണ് ഇവിടുത്തെ ആണുങ്ങളെന്നും പിന്നെ അതേപോലെ ജിസേലിന്റെ പാവാട വള്ളികളാണെന്നും ആൺവർഗത്തെ മൊത്തത്തില് അപമാനിക്കുന്ന രീതിയിൽ അനുമോൾ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ജിസേലിനെതിരെ പറഞ്ഞിട്ടുള്ളത്, അനുമോൾ പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും ഒരു കൈയും കണക്കുമില്ല. പിന്നെ ജിസേലിന്റെ അനുമോൾ എന്താണ്, കൈ വെച്ചിട്ടില്ലേ, കയ്യാങ്കളിയിൽ ഏർപ്പെട്ടിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, ജിസേൽ ആര്യൻ ഇവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ വേറെ രീതിയിലാക്കി ഇവരുടെ ബ്ലാങ്കറ്റിനുള്ളിൽ എന്തോ സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അതൊക്കെ ഇട്ടു തന്നു. ഉത്സവക്കഥ തന്നെ പറഞ്ഞുണ്ടാക്കിയില്ലേ അനുമോൾ ജിസേലിനെ പറ്റി. അത് ബാധിച്ചത് ജിസേലിനെ മാത്രമായിരുന്നില്ല. അവിടെയാണ് വിക്ടിം നമ്പർ 2 ആര്യൻ വരുന്നത്. ആര്യനുമായിട്ട് കോംബോ പിടിച്ച് ഗെയിം കളിക്കാൻ ആദ്യകാലങ്ങളിൽ ശ്രമിച്ചിട്ട് ആര്യൻ അതിന് നിന്ന് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ആര്യനെതിരെ അനുമോൾ കളിച്ചു തുടങ്ങിയത്. പിന്നെ ജിസേലിനോടുള്ള സൗഹൃദം ഇതേപോലെ തന്നെ കോംബോ പിടിച്ച ഒരാളാണ് പ്രവീൺ. പക്ഷേ നിന്ന് കൊടുത്തു. പ്രവീണുമായിട്ട് ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു എന്ന് പ്രവീൺ എവിക്റ്റ് ആയപ്പോ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ ബിഗ് ബോസ് മുക്കി എന്നാണ് പ്രവീൺ പറഞ്ഞത്. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷെ എല്ലാം അനുമോൾ അവിടെ കളിച്ചിട്ടുള്ള ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. എന്ത് നാടകം കളിച്ചാലും അതൊക്കെ പ്രേക്ഷക പ്രീതിയെ ബാധിക്കും എന്നൊരു തോന്നൽ ഒരിക്കൽ പോലും അനുമോൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിക്ടിം നമ്പർ 3 and 4 ആദില ആൻഡ് നൂറ. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജിൻഡോ ജാൻമണിയുമായിട്ട് സൗഹൃദം കൂടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സത്യമായിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളുമായിട്ട് സൗഹൃദം കൂടണം, അങ്ങനെയാണ് വിന്നിങ് ചാൻസസ് കൂടുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സീസൺ 5 ആരാരും നാദ്രയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോ ഇതിന്റെ ഒക്കെ ഒരു ബേസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. വിക്ടിംസിന്റെ പേര് നമുക്ക് പറഞ്ഞു തീർക്കാം. ഷൈത്യ, ബിൻസി, അപ്പാനി, ജിസേല്, ആര്യന്, അക്ബർ, ആദിൽ, ഒടുവിൽ അനീഷ് വരെ എത്തി നിൽക്കുന്നുണ്ട് ഈ ഒരു ലിസ്റ്റ്. ഇവരുടെ ഒക്കെ ഗെയിമിൽ അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് ഒരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും ഓരോ കഥയാണ്, ഓരോ അധ്യായമാണ്. അനീഷിന്റെ അധ്യായം തന്നെ എടുക്കാം. അത് ആ മനുഷ്യൻ സോറി പറഞ്ഞ് തീർപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് ചീപ്പ് കോംബോ ഗെയിമുമായിട്ട് അനുമോള് പിന്നാലെ പോകാതിരുന്നത്. ഇല്ലായിരുന്നു കണ്ടേനെ, നമ്മൾ വീണ്ടും കണ്ടേനെ. മറ്റേ പാല് കൊണ്ട് കൊടുക്കുന്ന പോലത്തെ പരിപാടികളൊക്കെ വീണ്ടും നമ്മൾ കണ്ടേനെ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലൊക്കെ അഭിനയിച്ച് നിന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ഒരു സീസണിലും ഉണ്ടായിട്ടില്ല. തുടക്കം മുതലുള്ള ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് വിലയിരുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അവിടെ അനു ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വിവാദവും ഓരോ കോണ്ടന്റും PR ടീം പറഞ്ഞു കൊടുത്ത് ട്രെയിൻ ചെയ്ത് വിട്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് എന്താണ് സംഭവം എന്നുള്ളത് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ TRP ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നത്, TRPക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അനുമോൾ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോ കുത്തിയിരുന്ന് വെളുപ്പിക്കാൻ വലിയ വലിയ ആളുകളെയും കൂടി കിട്ടിയപ്പോ അനുമോളുടെ ഈ ഡ്രാമ എല്ലാം ഭയങ്കര സ്ട്രോങ് ഗെയിമായി മാറി. എന്ന് വെച്ചാൽ അവരാക്കി തീർത്തു. ഈ മെയിൻ ആളുകളുണ്ടല്ലോ, അവരതൊക്കെ സ്ട്രോങ് ഗെയിം ആണെന്ന് പറഞ്ഞ് ഭയങ്കര പൊക്കി അടിച്ചു അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്. ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇത്രയും മാനിപ്പുലേഷൻ പുറത്തു നടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന രീതിയിൽ, അവരെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയിൽ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞും നാടകം കളിച്ചും എങ്ങനെ ഒരാൾക്ക് ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയെന്നാണ് എന്റെ സംശയം. അത് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം, PR സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെയാണ് വരുന്നത്. ടാലന്റഡ് ആണ്, നല്ല ഒന്നാമത്തെ നടിയാണ്, ആക്ട്രസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ബ്ലൈൻഡ് ഫാൻസ് ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നത്. ബ്ലൈൻഡ് ആയിട്ട് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ, നല്ല കുറച്ച് മനുഷ്യരും ഉണ്ട്. അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ മാനിപ്പുലേഷനിലും വളച്ചൊടിക്കലിലും അഭിനയത്തിലും ഒക്കെ വീണ് പോയി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അനുമോളുടെ ബുദ്ധിമുട്ട് കണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക. നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഈ ഒരു മികച്ച ഗെയിമർ എന്നുള്ള ഒരു ടാഗ് ലൈൻ. മികച്ച ഗെയിമർ ആയിരുന്നില്ല. ഇത്രയധികം ആളുകളുടെ ലൈഫ് വെച്ചിട്ട് ഗെയിം കളിച്ച ഒരാൾ എങ്ങനെയാണ് മികച്ചൊരു കണ്ടസ്റ്റന്റ് ആവുന്നത്? അത് അവർക്കൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് താനും. ഇവർക്ക് അവരുടെ ലൈഫിൽ അത്രയധികം ഈ ഷോ കാരണം അനുഭവിച്ചത് കൊണ്ടാണ് തിരിച്ചുപോയി അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കിയത്. അതൊന്നും എന്താണ് നിങ്ങൾ കാണാതെ പോകുന്നത്? ഇതൊക്കെ കാണുക, ഇതൊക്കെ കണ്ടു തന്നെ വിലയിരുത്തുക. മനസ്സിലായില്ലേ? ഈ ഒരു LGBTQ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാം മാനിപ്പുലേറ്റഡ് ആണ്. എല്ലാ രീതിയിലും പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ഫിനാലെ വീക്ക് ആയപ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം ഇതൊക്കെ മറന്നിരുന്നവരാണ് ഭൂരിഭാഗം ഓഡിയൻസ്. അതിനൊരു വലിയ കാരണം നെവിനാണ്. നെവിന്റെ ഒരു നെഗറ്റീവ് കളി കാരണം അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നെവിന്റെ ഭയങ്കര നെഗറ്റീവ് രീതിയിലായി പോയ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇടയ്ക്ക്, ഈ ഒരു 3 ആഴ്ചയായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നെഗറ്റീവ് ഗെയിം കാരണം അനുമോളെ കുറേയധികം ആളുകൾ സപ്പോർട്ട് ചെയ്തു. അറിഞ്ഞോ അറിയാതെ നെവിനെ വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം തെളിഞ്ഞു. എല്ലാം ഇപ്പൊ പച്ചവെള്ളം പോലെ ക്ലിയർ ആണ്. പച്ചവെള്ളം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്റെ മുമ്പിൽ കേട്ടോ. ഇതൊക്കെ ഞാൻ എത്രത്തോളം നന്നായിട്ട് ഫ്രെയിം ചെയ്ത് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളെല്ലാം കണ്ട് വിലയിരുത്തി തന്നെ തീരുമാനിക്കുക. ഈ സീസണിന്റെ വിജയകിരീടം ഇങ്ങനെ ഒരാളെ എടുക്കണോ? എനിക്കറിയില്ല. പ്രേക്ഷകർ പറയുക. നെവിൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അതും ഒരു കാർഡായിരുന്നു. അതൊരു കാർഡാണ്, അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നെവിൻ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കിനി പറയാൻ പറ്റില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും